ഒരു വർഷകാല രാത്രി. വർഷക്കാലത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അയാൾ ഒരു ദിവസത്തെ ലീവ് എടുത്ത് സേലത്ത് നിന്ന് വീട്ടിലെത്തിയത്. വർഷകാലമായിരുന്നുവെങ്കിലും അയാൾ വീട്ടിലെത്തിയപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് അതുവരെയായും മഴ പെയ്ത ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നു. അയാൾക്ക് നിരാശ തോന്നി. പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചു പോകണം. മഴ പെയ്യുന്ന ഒരു ദിവസത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ഓർത്ത് പുളകമണിഞ്ഞുകൊണ്ട് വന്നതാണ്. നിരാശ തോന്നാതിരിക്കുമോ? വൈകുന്നേരം ഒരു തോർത്തുമുണ്ട് മാത്രമെടുത്ത് അയാൾ ഉമ്മറക്കോലായിലേക്ക് വന്നപ്പോൾ 3 മാസം ഗർഭിണിയായ ഭാര്യ മുറ്റത്തിറങ്ങി നിന്ന് തലമുടി വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ആകെക്കൂടിയൊന്ന് മിനുങ്ങി തെളിഞ്ഞിരിക്കുന്നതായി അയാൾക്ക് തോന്നി. ഗർഭകാലത്തിൻ്റെ പ്രാരംഭത്തിലുണ്ടായ അസുഖങ്ങളിൽ നിന്നെല്ലാം വിമുക്തി നേടിയിരിക്കുന്നു. കഴിഞ്ഞ മാസത്തിൽ വന്നപ്പോൾ വല്ലാത്ത ക്ഷീണവും ഛർദിയുമൊക്കെയായിരുന്നു. ഉമ്മറക്കോലായുടെ വളകളിൽ 2 കൈകൾ കൊണ്ടും ബലമായി പിടിച്ച് അയാളൊന്ന് മൂരി നിവർന്നപ്പോഴാണ് ഭാര്യ അയാളെ കണ്ടത്. അവൾ ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് വന്ന് നിന്ന് തലമുടി വേർപ്പെടുത്താൻ തുടങ്ങി. അയാൾ പറഞ്ഞു, വല്ലാത്തൊരു കാലം, തിരുവാതിര ഞാറ്റ് വേലയത്രേ. ചുറ്റും നോക്കിയാൽ മഴ തുടങ്ങിയെന്ന് തന്നെ തോന്നില്ല. തൊഴുത്തിൽ നിന്ന് പയ്യന് കറന്നു വരുന്ന അമ്മ മകൻ്റെ സംസാരം കേട്ടുകൊണ്ടാണ് മുറ്റത്തെത്തിയത്. തിരുവാതിര ഞാറ്റ് വേല തിരിമുറിയാതെ പെയ്യണമെന്നാ. കണ്ടില്ലേ തിരിമുറിയാതെ പെയ്യണത്? കാലം പോണ പോക്ക്. ഉമ്മറക്കോലായിലിട്ടിട്ടുള്ള ചവിട്ടിയിൽ 4-5 പ്രാവശ്യം കാലടികൾ ചവിട്ടിത്തേച്ച ശേഷം അമ്മ അകത്തേക്ക് പോയി. ഒരു ദിവസം മഴക്കാലത്ത് ഇവിടെ കൂടാന്ന് കരുതിയിട്ടാണ് വന്നത്. ലോസ് ഓഫ് പേയിലാണ് ലീവ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ്. പെട്ടെന്ന് ഭാര്യയുടെ മുഖം മങ്ങിയത് അയാൾ ശ്രദ്ധിച്ചു. മഴയില്ലെങ്കിലും താനിവിടെ ഇല്ലേ? തന്നേക്കാൾ വലുതാണോ മഴ? അപ്പോൾ തന്നോടുള്ള സ്നേഹത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ അവൾ തന്നോട് ചോദിക്കുന്നതായി അയാൾക്ക് തോന്നി. മഴ പെയ്യാത്തിന് അവളെന്ത് പിഴച്ചു? അയാൾ വിഷമം മാറ്റിക്കൊണ്ട് പറഞ്ഞു, മഴയില്ലെങ്കിൽ പോട്ടെ, എൻ്റെ തങ്കം ഇവിടെയുണ്ടല്ലോ. ഭാര്യ പരിഭവത്തോടെ ചിരിച്ചപ്പോൾ അയാൾക്ക് സമാധാനമായി. ക്ഷിപ്രപ്രസാദിയായ ഭാര്യ തന്നെ. പരിഭവത്തോടെ ചിരിച്ചുകൊണ്ട് ഭാര്യ തലമുടി കെട്ടിവയ്ക്കുന്നതും മടിക്കുത്തിൽ തിരികെ വച്ചിരുന്ന ചില തലനാരിഴകൾ തൊഴിയിലേക്ക് എറിയുന്നതും അയാൾ ശ്രദ്ധിച്ചു. മഴയില്ലെങ്കിലും ഒന്ന് തേച്ചു കുളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അതിന് സമാധാനമൊന്നും പറയാതെ പരിഭവഭാവത്തോടുകൂടി തന്നെ അവൾ പൂമുഖത്തേക്ക് കയറിയപ്പോൾ അയാൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് രാത്രി മാത്രമേ ഞാനിവിടെ ഉണ്ടാവൂ. നാളെ രാവിലെ ഞാൻ പോവും. തിരുവാതിര ഞാറ്റുവേലയിലെ തിരിമുറിയാത്ത മഴയത്ത് ഒരു ദിവസം നിന്നോടത്ത് കഴിയാനാണ് ഞാൻ വന്നത്. മഴ പെയ്യുന്നില്ല. എന്നെ വിടൂ കേട്ടോ, ഞാൻ എണ്ണ കൊണ്ടിട്ടേ. അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അവൾ അകത്തേക്ക് പോയപ്പോൾ അയാൾ ആശയോടെ ആകാശത്തേക്ക് നോക്കി. ആകാശം കണ്ടപ്പോൾ അത്ര നിരാശപ്പെടേണ്ടതില്ലെന്ന് തോന്നി. കാർമേഘങ്ങൾ അവിടെ ഇവിടെയായി ഉരുണ്ടുകൂടുന്നുണ്ട്. ദേഹത്തിൽ അലസമായി തൊട്ടൊഴിഞ്ഞുകൊണ്ട് അയാൾ മുറ്റത്ത് നടന്നു. വർഷകാലത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വർഷകാല രാത്രികളെക്കുറിച്ച് അയാൾ ഓർത്തു. കുട്ടിക്കാലത്ത് നീന്താൻ പഠിച്ച കൊല്ലം തന്നെ പുഴയുടെ കല്ലുപാലത്തിന്മേൽ നിന്ന് ഒഴുക്കിലേക്ക് കുതിച്ചു ചാടി ഒഴുക്കിനെതിരെ നീന്തി പുത്തൻകടവിൽ ചെന്ന് കയറിയ രംഗവും അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കോലായിൽ ഒരോടത്തിൽ ഭാര്യ എണ്ണ കൊണ്ടുവന്ന് വെച്ചു. അയാൾ മണത്തു നോക്കി. നല്ല എള്ളെണ്ണ തന്നെ. എണ്ണ തേക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഇന്നലെയും കൂടി രാത്രിയിൽ മഴ പെയ്തു. കിണറ്റിൽ വെള്ളം പൊന്തിരിക്കുന്നത് കണ്ടില്ലേ? ഇന്നും രാത്രി പെയ്യും. കണ്ടില്ലേ ആകാശം? ആദ്യം പെയ്യില്ല എന്ന് വിചാരിച്ചു. അവൾ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു, നാളെ രാവിലെ തന്നെ പോണോ? ഓണം ഒരു ദിവസത്തെ ലീവ് തന്നെ ലോസ് ഓഫ് പേയിൽ എടുത്തതാണെന്ന് പറഞ്ഞില്ലേ? അതിനെന്ത് സമാധാനം പറയേണ്ടതെന്നറിയാതെ അവൾ ഒന്ന് സംശയിച്ചു നിന്ന ശേഷം പതുക്കെ പറഞ്ഞു, ഞാനും പോരും. എങ്ങോട്ട്? സേലത്തേക്കോ? അതൊക്കെ കൊണ്ടുപോവാം. നീ ആദ്യം സേലത്ത് വന്നാ പറ്റൂടെ? പേര് അവനവൻ്റെ വീട്ടിലാ സുഖം. എന്നിട്ട് എല്ലാരും അങ്ങനെയല്ലേ? മിടുക്കി. ഇത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവോ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഒന്നിനും ധൃതി പിടിക്കാതെ. ദേവോ! അമ്മ അവളെ അകത്തുനിന്ന് വിളിച്ചു. ലേശം ദേഷ്യഭാവത്തോടെ, എന്താ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. കുളുകുളുർക്കനെ എണ്ണ തേച്ച ദേഹവുമായി അയാൾ എഴുന്നേറ്റ് നിന്നു. ശരീരത്തിൽ വീണ്ടും വീണ്ടും കൈകൾ കൊണ്ട് തിരുമ്പി തേച്ചുകൊണ്ട് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മുറ്റത്തെ മണ്ണിൽ ഭാര്യയുടെ കാലടികൾ പതിഞ്ഞ പാടുകളിൽ അയാൾ വെറുതെ തൻ്റെ കാലടികൾ വെച്ച് നോക്കി. അവളുടെ സ്പർശം അനുഭവപ്പെടുന്നുണ്ടോ? വിവാഹം കഴിഞ്ഞിട്ട് വെറും 6 മാസമേ ആയിട്ടുള്ളൂവെങ്കിലും ഇതിനിടയിൽ തന്നെ അവൾ തൻ്റെ എല്ലാമായി തീർന്നിരിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ വേരുകൾ ഉറയ്ക്കുന്നത് എത്ര വേഗത്തിലാണ്! 7 മാസവും കൂടി കഴിഞ്ഞാൽ ഈ വിശാലമായ ഭൂമുഖത്ത് തങ്ങളുടേതായ ഒരു കുഞ്ഞു പിറക്കും. ജീവിതത്തിൻ്റെ കണ്ണികൾ അങ്ങനെ നീളും. ജീവിതത്തിൻ്റെ നീളുന്ന കണ്ണുകളെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നേരിയ ഇരുട്ട് വ്യാപിക്കുകയായിരുന്നു.
അയാൾ ഉത്കണ്ഠയോടെ ആകാശത്തേക്ക് നോക്കി. ആകാശം മുഴുക്കെ കാർമേഘാവൃതമാണ്. ഏത് നിമിഷവും മഴ പെയ്തേക്കും. എത്ര ക്ഷണത്തിലാണ് ആകാശത്തിൻ്റെ മുഖം മാറിയത്. കാറ്റ്, തണുത്ത കാറ്റ് മൂളിക്കൊണ്ടെത്തി. കാറ്റിൽ വൃക്ഷത്തലപ്പുകൾ ഉലഞ്ഞാടി. മഴ പെയ്തു വരുന്ന ശബ്ദം കേൾക്കുന്നു. വടക്കു ഭാഗത്ത് ഒരു നിമിഷത്തിനകം മഴ ഇരമ്പി പെയ്യാൻ തുടങ്ങി. തുമ്പിക്കൈ വണ്ണത്തിൽ തന്നെയെന്ന് പറയാം. മഴ പെയ്തു തുടങ്ങി. അയാൾ മുറ്റത്ത് മഴ കൊണ്ടുകൊണ്ട് നിന്നു. ഭാര്യ ഉമ്മർക്കൊലയിലേക്ക് ഓടി വന്ന് പരിഭ്രമത്തോടെ പറഞ്ഞു, എന്താ അത്, സൂക്കട് വിളിച്ചു വരുത്താണോ? മഴ കൊണ്ടാൽ എനിക്കൊരു സൂക്കേടും പിടിക്കില്ല. ശരി, ഞാൻ മഴയത്ത് നിന്ന് കുളിക്കാൻ പോവാം. അയാൾ കിണറ്റിൻകരയിലേക്ക് പോയി. അടുക്കള കിണറാണ്. ഭാര്യ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നത് അയാൾ കണ്ടു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി വലിയ കുട്ടകത്തിൽ നിറച്ചു. സോപ്പ് തേച്ചുകൊണ്ട് മഴയത്ത് തന്നെ നിന്നു. മതി മഴ കൊണ്ടത്, എനിക്ക് പേടിയാവണു. ഒന്നും പേടിക്കണ്ട. തണുത്ത കാറ്റ്, തണുത്ത വെള്ളം, ശരീരമാസകലം അരിച്ചരിച്ച് നടക്കുന്ന എള്ളെണ്ണയുടെ കുളിർമ. അയാൾക്കൊരു മയിലിനെ പോലെ പീലി വിടർത്തി ആടാൻ തോന്നി. പക്ഷേ പീലിയില്ലല്ലോ. മഴയേറ്റ് തൃപ്തിയായ ശേഷം അയാൾ കിണറ്റിൻകരയിൽ നിന്ന് അടുക്കളക്കൊലയിലേക്ക് ഓടി വന്നു. ഭാര്യ കൊണ്ടുവന്ന് കൊടുത്ത തോർത്തുമുണ്ട് കൊണ്ട് തലയും നേരും തോർത്തി ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മുറിയിലെത്തി. മുറിയിൽ ഇരുട്ടാണ്. നേരം രാത്രിയായ കാര്യം അറിയുന്നത് ശരിക്കു പറഞ്ഞാൽ മുറിയിൽ ചെന്നപ്പോഴാണ്. ഭാര്യ ഒരു റാന്തൽ വിളക്ക് മുറിയിലെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചുപോയി. അലക്കിയ ഒരൊറ്റ മുണ്ട് എടുത്തുകൊടുത്തു. നീല വരകളുള്ള ടർക്കി ടവൽ പുതച്ച് ചാരുകസാലയിൽ മലർന്നു കിടന്നു. ഇങ്ങനെ മഴ പെയ്യിക്കുന്നത് ഏത് പ്രതിഭാസമാണെന്ന് വെച്ചാൽ അതിനെ മനസ്സിൽ ധ്യാനിച്ച് അതിന് നന്ദി പറഞ്ഞു. ആർക്കും യാതൊരു ഉപദ്രവവും ഉണ്ടാക്കാതെ ഈ മഴ പുലരുവോളം നിന്ന് പെയ്യട്ടെ എന്നാശിച്ചു. മഴ പെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ടങ്ങനെ ഇരിക്കാൻ എന്തു സുഖമാണ്. മഴ പെയ്യുന്ന ശബ്ദത്തിനിടയിലും അമ്മയുടെയും ഭാര്യയുടെയും സംസാരവും പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും കേൾക്കാം. ഭാര്യ മേൽ കഴുകി ഈറൻ മാറി മുറിയിലേക്ക് വന്നു. അവളുടെ നെറ്റിയിലെ ഭസ്മവരക്കുറി അയാൾക്ക് ഇഷ്ടപ്പെട്ടു. കസാരയ്ക്ക് അടുത്ത് വന്ന് നിന്നപ്പോൾ അയാൾ അവളെ തന്നിലേക്ക് അടുപ്പിച്ച് ചുണ്ടുകളിൽ ചുംബിച്ചു. അവൾ പറഞ്ഞു, കസാലശീല കീറും. സാരല്ല. സംതൃപ്തിയുടെ കുഞ്ഞലകൾ കിടന്നോളം വെട്ടുന്ന മുഖവുമായി അവൾ മാറി നിന്നു. എന്താ കൂട്ടാൻ? മുളകുഷ്യം, കഷ്ണം എന്താ? പരിപ്പും വെള്ളരിക്കയും ചക്കക്കുരും എല്ലാം കൂടി ഇഷ്ടല്ലേ? നല്ലോണം വെളിച്ചെണ്ണ തളിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നല്ല തൈര്, കടുമാങ്ങ, പപ്പടം പോരെ? പോരെന്നോ? എനിക്കിതൊക്കെ തന്നെയാണ് ഇഷ്ടം. അമ്മ എന്താ ചെയ്യണ്? പാല് കാച്ചാണ്. ശരി, ഊണു കഴിക്കാറായിരുന്നു, പോവുക. ശരി, പോവാ. അയാൾ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. ഭാര്യയുടെ പുറകെ അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ അവളുടെ മുതുകത്തൊന്നു നുള്ളി. എനിക്ക് വേദനിക്കുന്നുണ്ടത്രേ. കാണും, മധുരമുള്ള വേദനയില്ലേ? അമ്മയോടും ഭാര്യയോടും സംസാരിച്ചുകൊണ്ട് സാവധാനത്തിലിരുന്ന് ഊണ് കഴിച്ചു. ഊണിന് കൂട്ടാനായി മുളകുഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താ? എന്തൊരു സ്വാദാണതിന്. ഒരുപാട് വിഭവങ്ങൾ എന്തിനാണ് ഊണ് കഴിക്കാൻ? ഇറച്ചിയും മീനൊക്കെ ഉള്ള ഹോട്ടലിൽ നിന്നാവും ഊണ് അല്ലേ? അമ്മ ചോദിച്ചു. അവിടുത്തെ ഊണിൻ്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുകയാണ് ഭേദം. ഊണ് കഴിഞ്ഞ് കൈ കഴുകാൻ അടുക്കളക്കോലായിലേക്ക് വന്നു. വല്ലാതെ ഊത്താലടിക്കുന്നുണ്ട്. ഊത്താലിൻ്റെ നനവും കുളിർമയും അനുഭവിക്കുന്നതും ഒരു സുഖം തന്നെയാണ്. കൈ കഴുകി തുടച്ചുകൊണ്ട് വീണ്ടും മുറിയിലെ കസേലയിൽ വന്നു കിടന്നു. വല്ലപ്പോഴും സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുള്ള അയാൾ അപ്പോഴാണ് ഓർത്തത് ഷർട്ടിൻ്റെ പോക്കറ്റിൽ 1-2 സിഗരറ്റ് ഉണ്ടെന്ന കാര്യം. എഴുന്നേറ്റ് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചുകൊണ്ട് വീണ്ടും കസേരയിൽ വന്ന് കിടന്നു. സേലത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിയർത്തൊലിച്ചുകൊണ്ട് ലോഡ്ജിൻ്റെ മുമ്പിൽ നിൽക്കുകയാവും. രാത്രിയിലും കൂടി എന്തൊരു വിങ്ങലും വേവലുമാണ് അവിടെ. ഭാര്യ ഒരു ഗ്ലാസ് പാലുമായി പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു. മേശമേലിരിക്കുന്ന റാന്തൽ വിളക്കിൻ്റെ തിരി സ്വല്പമൊന്ന് നീട്ടി പാലുമായി അവൾ അകത്തേക്ക് വന്നപ്പോൾ അയാൾ വലിച്ചു തീരാറായ സിഗരറ്റിൻ കുറ്റി ജനാലയിൽ കൂടി പുറത്തേക്കെറിഞ്ഞു. പാല്. ഭാര്യയുടെ കയ്യിൽ നിന്ന് പാൽ വാങ്ങിക്കുടിച്ചു. ഭാര്യ പറഞ്ഞു, മധുരം കഷ്ടിയാവൂല്ലേ? ഈ മാസം 1/2 കിലോ പഞ്ചാരേ കിട്ടിയുള്ളൂ. മതി, ധാരാളം മതി. തരുന്നത് എൻ്റെ തങ്കല്ലേ. മതി കളിയാക്കിയത്. കളിയാക്കാത്രേ. ശരി, നേരം എത്രയാന്ന് നോക്ക്. അവൾ വാച്ചെടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. 9:30. 9:30 ഇത്ര വേഗം? അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിൽ വന്ന് കിടന്നു. ഭാര്യ വാസനപ്പാക്കൻ കഷ്ണങ്ങൾ വായിലിട്ട് നൊട്ടി നുണഞ്ഞുകൊണ്ട് കട്ടിൽ വന്നിരുന്നപ്പോൾ അയാൾ ചോദിച്ചു, നിക്കില്ലേ? എന്ത്? വാസനപ്പാക്ക് വേണോ? വേണം, പക്ഷേ ഇപ്പോൾ വാസനപ്പാക്ക് വേണ്ട. അയാൾ അവളെ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞു, വരട്ടെ, വിളക്കൂതട്ടെ.
അവൾ എഴുന്നേറ്റ് റാന്തൽ വിളക്ക് ഊതിക്കെടുത്തി ഭർത്താവിൻ്റെ അടുത്ത് വന്ന് കിടന്നു. വാസനപ്പാക്കിൻ്റെ മണം കവിളുകളിലും കൂടിയുണ്ട്. അയാൾ അവളെ ആസക്തിയോടെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചെവിയിൽ പതുക്കെ പറഞ്ഞു, എൻ്റെ തങ്കം, എൻ്റെ തങ്കം. അവൾ അവ്യക്തമായി എന്തോ പറഞ്ഞൊന്ന് മൂളി. വികാരത്തിൻ്റെ ഭാഷ. പുറത്ത് മഴയുടെ ശക്തി കൂടിക്കൂടി വരികയായിരുന്നു. നല്ലൊരു വർഷകാല രാത്രി.